നിറഞ്ഞ പ്രതീക്ഷയുടെ ചിന്തകൾ ഉണർത്തി ഒരിക്കൽ കൂടി ക്രിസ്തുമസ് നമ്മെ സമീപിക്കുന്നു. സദ്വാർത്തയുടെ ആനന്ദഗീതം ആലപിച്ചുകൊണ്ട് ആകാശദേശത്ത് അണിനിരുന്ന മാലാഖ വൃന്ദങ്ങൾ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശയ്യാ പ്രവാചകൻ കുറിച്ചുവെച്ചു, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. അതെ, അന്ധകാരപൂർണമായ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന നിത്യവെളിച്ചമാണ് മിശിഹ. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തിന് നൽകിയ ദൈവത്തിൻ്റെ പരമമായ സമ്മാനമാണ് മിശിഹ. എന്താണ് ക്രിസ്മസ്? ദൈവം എമ്മാനുവേലായ ലാളിത്യത്തിൻ്റെ ഉത്സവമാണ്. കരകാണാത്ത കരുതലിൻ്റെ ആഘോഷമാണ്. സർവ്വലോകത്തിനുമുള്ള ശാന്തിഗീതമാണ്. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനമാണ്. പ്രത്യാശ നഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷയാണ്. പ്രപഞ്ച സൃഷ്ടാവ് ചരിത്രത്തിൻ്റെ ഭാഗമായ അതുല്യ നിമിഷമാണ്. അതെ, അവൻ അടയാളമാണ്. ലോകത്തിൻ്റെ മുൻപിലുള്ള ദൈവത്തിൻ്റെ അടയാളമാണ് മിശിഹ. ഈ പിറവി തിരുനാളുകൾ അർത്ഥപൂർണമാകുന്നത് നാം മിശിഹായുടെ അടയാളങ്ങളായി മാറുമ്പോഴാണ്. തകർന്ന ബന്ധങ്ങൾ നമുക്ക് വിളക്കി ചേർക്കാം. സഹജരോട് സഹാനുഭൂതിയുള്ളവരാകാം. ഏവർക്കും പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ നിറഞ്ഞ മനസ്സോടെ നേരുന്നു.